ഹായ് ഫ്രണ്ട്സ്, റോയ്സ് ടെക്കിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു. ഇന്ന് നമ്മൾ കാണുന്നൊരു ആക്റ്റീവ് സബ് വൂഫറാണ്. ഒരു 500 വാട്ട്സ് ഔട്ട്പുട്ട് ലഭിക്കുന്ന ഒരു ആക്റ്റീവ് സബ് വൂഫർ. ഇതിൽ നമ്മൾ ഉപയോഗിച്ചിരിക്കുന്ന സബ് വൂഫർ പയനിയർ ചാമ്പ്യൻ സീരീസിൻ്റെ TSW1212S4 എന്ന സിംഗിൾ വോയിസ് കോയിൽ സബ് വൂഫറാണ്. 500 വാട്ട്സ് RMS ഔട്ട്പുട്ടാണ് ഈ സബ് വൂഫറിൽ നിന്ന് നമുക്ക് ലഭിക്കുന്നത്. അപ്പോൾ ഇതിനുവേണ്ടി നമ്മളൊരു എൽപോർട്ട് സബ് വൂഫർ എൻക്ലോഷർ നമ്മൾ ഡിസൈൻ ചെയ്തിട്ടുണ്ട്. ഇതാണ് നമ്മൾ ഇതിൽ ഉപയോഗിച്ചിരിക്കുന്ന സബ് വൂഫർ പയനിയർ TSW1212S4 ചാമ്പ്യൻ സീരീസിൽ വരുന്നതാണ്. 1600 വാട്ട്സ് പീക്ക് പവർ, 500 വാട്ട്സ് RMS ആണ് വരുന്നത്. ഇതാണ് അതിൻ്റെ എൽപോർട്ട് സബ് വൂഫർ ബോക്സ്. ഈ സബ് വൂഫറിനെ പറ്റി പറയുകയാണെങ്കിൽ 20 ഹെഡ്സ് മുതൽ 1.54 kHz വരെ സപ്പോർട്ട് ചെയ്യുന്നൊരു സബ് വൂഫറാണ്. അതുകൊണ്ട് തന്നെ ലോ ബേസ് ഒക്കെ നല്ല അടിപൊളിയായിട്ട് നമുക്ക് ഔട്ട്പുട്ടിൽ ലഭിക്കുന്ന ഒരു സബ് വൂഫറാണ്. അപ്പോൾ നമുക്കിതിൻ്റെ ഇൻസൈഡ് ബോർഡുകൾ കാര്യങ്ങളൊക്കെ നോക്കാം. ഇതിൽ ഉപയോഗിച്ചിരിക്കുന്ന ബോർഡ് ക്ലാസ് എച്ചിൻ്റെ 400 വാട്ട്സ് RMS ഔട്ട്പുട്ട് ലഭിക്കുന്ന ഒരു ആംപ്ലിഫയർ ബോർഡാണ്. ഇത് DTEC ഓഡിയോസ് ആണ് ഈ ബോർഡ് ഇപ്പോൾ മാർക്കറ്റിൽ ഇറക്കിയിരിക്കുന്നത്. നല്ല ഹെവി ആയിട്ടുള്ള ഔട്ട്പുട്ട് കിട്ടുന്ന ഒരു ബോർഡാണ്. PA സിസ്റ്റത്തിലെ ആംപ്ലിഫയറിലൊക്കെയാണ് കൂടുതലും ഈ ഒരു ടൈപ്പ് സർക്യൂട്ട് യൂസ് ചെയ്യുന്നത്. ഇതിൻ്റെ സപ്ലൈ വരുന്നത് 28-0-28 58 വോൾട്ടും 2 വോൾട്ടുകളിലാണ് ഇത് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ ഇതിൻ്റെ കൂടെ നമ്മൾ ഉപയോഗിച്ചിരുന്ന സബ് ഫിൽറ്റർ ഒരു PA സബ്സോണിക് സബ് വൂഫർ ഫിൽറ്റർ ബോർഡാണ് നമ്മളിതിൽ യൂസ് ചെയ്തിരിക്കുന്നത്. അതും DTEC ഓഡിയോസിൻ്റെ ആണ്. ഇപ്പോൾ മാർക്കറ്റിൽ അവൈലബിൾ ആയിട്ടുള്ള ഏറ്റവും നല്ലൊരു സബ് വൂഫർ ഫിൽറ്റർ ബോർഡാണിത്. നമുക്ക് ഫ്രീക്വൻസി കൺട്രോൾ ചെയ്യാൻ നല്ല കറക്റ്റായിട്ടുള്ള ഔട്ട്പുട്ട് നമുക്ക് കിട്ടുന്ന രീതിയിൽ ഡിസൈൻ ചെയ്തിരിക്കുന്ന ഒരു സബ് ഫിൽറ്റർ ബോർഡാണ്. ഈ ഓൾറെഡി പവർ സപ്ലൈ ഉൾപ്പെടെയാണ് വരുന്നത്. 4 കപ്പാസിറ്ററാണ് വരുന്നത്. 58 വോൾട്ട് കൊടുക്കാനുള്ള കപ്പാസിറ്ററും 28 വോൾട്ട് കൊടുക്കാവുന്ന രീതിയിലും 2 വോൾട്ടിലും, അതായത് ഗെയിൻ കുറയുന്ന സമയത്ത് 28 വോൾട്ടിൽ വർക്ക് ചെയ്യും. ഗെയിൻ കൂടുന്നതനുസരിച്ച് അത് വോൾട്ടേജ് ചേഞ്ച് ആകും. പിന്നെ നമ്മളിതിലൊരു ഹെവി ആയിട്ടുള്ള സ്പീക്കർ പ്രൊട്ടക്ഷൻ ആഡ് ചെയ്തിട്ടുണ്ട്. ടോറോയിഡ് ട്രാൻസ്ഫോമറാണ് യൂസ് ചെയ്തിരിക്കുന്നത്. പിന്നെ ഈ സബ്സോണിക് സബ് ഫിൽറ്റർ ബോർഡ് നമ്മളിതിൽ യൂസ് ചെയ്തിട്ടുണ്ട്. ഓവറോൾ നല്ല കിഡിലൻ ഔട്ട്പുട്ട് ലഭിക്കുന്ന രീതിയിലാണ് നമ്മളിത് ഈ സബ് വൂഫർ ആംപ്ലിഫയർ ചെയ്തിരിക്കുന്നത്. അതിൻ്റെ ബാക്കിൽ ഒരു പ്ലേറ്റിൽ തന്നെ നമ്മൾ ഫിക്സ് ചെയ്താണ് അത് ചെയ്തിരിക്കുന്നത്. വൈബ്രേഷൻ ഒന്നും വരാത്ത രീതിയിൽ കറക്റ്റായിട്ടാണ് ഫിക്സ് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നല്ല ഹെവി ആയിട്ടുള്ള ഔട്ട്പുട്ട് നമുക്ക് ലഭിക്കും. AV റിസീവറുകൾ ഇവിടെയൊക്കെ കണക്ട് ചെയ്ത് നമുക്ക് ഹോം തിയേറ്ററുകളിലൊക്കെ യൂസ് ചെയ്യാൻ വേണ്ടിയാണ് ഈ ഒരു ആക്റ്റീവ് സബ് വൂഫർ നമ്മൾ ചെയ്തിരിക്കുന്നത്. ബോക്സ് ചെയ്തിരിക്കുന്ന നല്ല ഹെവി ആയിട്ടാണ് ചെയ്തിരിക്കുന്നത്. ഒരു 49 ലിറ്റർ കപ്പാസിറ്റിയിലാണ് ചെയ്തിരിക്കുന്നത്. L പോർട്ടാണ്. 18 mm ഗ്രീൻ കളർ HDFലാണ് നമ്മൾ ഈ ബോക്സ് ചെയ്തിരിക്കുന്നത്. ഇതിൻ്റെ ഔട്ട് സൈഡിൽ നമ്മൾ PVC വിനൈൽ സ്റ്റിക്കറാണ് ഫിക്സ് ചെയ്തിരിക്കുന്നത്. ഫ്രണ്ടിൽ ബോക്സിന് അടിയിലായിട്ട് നമ്മൾ ഇതിൻ്റെ സ്പീക്കർ പ്രൊട്ടക്ഷൻ ഓൺ ഓഫിൻ്റെ ഒരു LED നമ്മൾ ഫിക്സ് ചെയ്തിട്ടുണ്ട്. സ്പീക്കർ സർക്യൂട്ട് ഓൺ ആകുമ്പോൾ ലൈറ്റ് ഓൺ ആകുന്ന രീതിയിലാണ് നമ്മളത് സെറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഓവറോൾ നമ്മൾ തിയേറ്ററുകൾക്കും ഹോം തിയേറ്ററുകൾക്കും വീടുകളിലൊക്കെ യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു കിഡിലനായിട്ട് ചെയ്തിരിക്കുന്ന ഒരു ആക്റ്റീവ് സബ് വൂഫറാണ്. അപ്പോൾ ഇതേപോലുള്ള ആക്റ്റീവ് സബ് വൂഫറുകൾ, പവർഫുള്ളായിട്ടുള്ള ആക്റ്റീവ് സബ് വൂഫറുകൾ, ആംപ്ലിഫയറുകളൊക്കെ ആവശ്യമുള്ളവർക്ക് നമ്മുടെ വാട്സപ്പ് നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.